ജമ്മു കശ്മീരിൽ നിന്ന് വരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ്. ന്യൂസ് ഇന്ത്യ മലയാളം തന്നെ കൊടുത്തൊരു വാർത്തയുണ്ട്. അതായത് ജമ്മു കശ്മീരിൽ ജൻസികൾ തെരുവിലിറങ്ങി എന്നുള്ളതാണ് ആ വാർത്ത. എന്തുകൊണ്ടാണ് ജൻസികൾ തെരുവിലിറങ്ങുന്നത്? ജൻസികൾ അവിടെയുള്ള സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് തെരുവിലിറങ്ങുന്നത്. ഈ സർക്കാരിന് പിന്തുണ പ്രഖ്യാപിച്ച് തെരുവിലിറങ്ങുമ്പോൾ സർക്കാർ അവിടെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ ആലോചിക്കണ്ടേ? അതായത് യഥാർത്ഥ ജമ്മു കശ്മീരി ആയിട്ടുള്ള ഇന്ത്യക്കാരനായിട്ടുള്ള മനസ്സിൽ ദേശസ്നേഹം തുളുമ്പുന്ന അവിടെ ജീവിക്കുന്ന ആൾക്കാർക്ക് സ്വസ്ഥത വേണം, സമാധാനം വേണം. അതിനവർ ഏതറ്റം വരെയും പോകും. ഇതുവരെ അവർക്ക് സ്വസ്ഥതയും സമാധാനവും ലഭിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവർ സ്വസ്ഥത വേണമെന്ന് പറഞ്ഞ് തെരുവിലിറങ്ങിയാലും അവർക്ക് മുകളിൽ അവരെ ഭരിക്കുന്ന ആൾക്കാർ പോലും ഭീകരവാദികളുടെ നിഴലിലായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ കാലം അതല്ല. ഇപ്പോൾ ഭീകരവാദികൾ ജമ്മു കാശ്മീരിലെ ജനങ്ങളെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ ജനങ്ങളുടെ നിഴലിലേക്ക് ഭീകരർ നോക്കുമ്പോൾ ആ നിഴൽ അമിത്ഷായുടേതായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോഴിതാ ജമ്മു കാശ്മീർ LG മനോജ് സിൻഹ ഒരു വലിയ കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നു. ദ അഡ്മിനിസ്ട്രേഷൻ ഹാസ് അച്ചീവ്ഡ് നിയർലി 90% സക്സസ് ഇൻ ഡിസ്റപ്റ്റിംഗ് ദ നാർക്കോട്ടിക് സപ്ലൈ ചെയിൻ ഇൻ ദ യൂണിയൻ ടെറിട്ടറി ത്രൂ റീഹാബിലിറ്റേഷൻ ഓഫ് ഡ്രഗ് യൂസേഴ്സ് റിമെയിൻ എ മേജർ ചലഞ്ച് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് 90% ഡ്രഗിന്റെ ആ നെറ്റ്വർക്കിനെ ജമ്മു കാശ്മീരിൽ തകർത്തെറിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം ഭീകരവാദികളുടെ ഏറ്റവും വലിയ സ്രോതസ് എന്ന് പറയുന്നത് അത് മയക്കുമരുന്നാണ്. ഈ മയക്കുമരുന്ന് ഏത് രാജ്യത്തുണ്ടോ, മയക്കുമരുന്ന് ഏത് സംസ്ഥാനത്തുണ്ടോ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക ഭീകരവാദികളുടെ ശൃംഖല ഈ സംസ്ഥാനത്ത് അല്ലെങ്കിൽ രാജ്യത്ത് വളരെ വലിയ രീതിയിൽ ശക്തിപ്പെടുകയാണ് എന്നുള്ള കാര്യം. ഈ ഭീകരവാദികളുടെ ശൃംഖലയ്ക്ക് മയക്കുമരുന്ന് എങ്ങനെയാണോ സഹായിക്കുന്നത്? ആദ്യം ഭീകരവാദികളുടെ ശൃംഖല തകർക്കണമെങ്കിൽ അവർക്ക് എത്തുന്ന പണം തകർക്കണം, ആ ഫണ്ടിങ് തകർക്കണമെങ്കിൽ അവരുടെ മയക്കുമരുന്ന് കേന്ദ്രങ്ങൾ തകർക്കണം, ആ നെറ്റ്വർക്കിനെ ഡിസ്റ്റർബ് ചെയ്യണം. ആ നെറ്റ്വർക്കിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് 90% അവരുടെ സപ്ലൈ ചെയിൻ നശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മനോജ് സിൻഹ പറഞ്ഞിരിക്കുന്നത്. 1000 FIR ആണ് ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 1200 ഒഫൻഡേഴ്സിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. April 11 ജൂൺ 6 ഇടയിൽ നിന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു. അറൌണ്ട് 900 kg ഓഫ് നാർക്കോട്ടിക് സീസ്ഡ് ഇൻക്ലൂഡിംഗ് നിയർലി 40 kg ഓഫ് ഹെറോയിൻ. അതായത് 900 കിലോഗ്രാം നാർക്കോട്ടിക്സ് അവിടെ സീസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ 14 കിലോഗ്രാം ഹെറോയിൻ ആണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രോപ്പർട്ടീസ് വർത്ത് ഓവർ 80 crore അറ്റാച്ച്ഡ് അണ്ടർ ആന്റി ഡ്രഗ് ലോസ്. അതായത് 80 കോടി രൂപയുടെ മയക്കുമരുന്ന് സാമഗ്രികൾ ആന്റി ഡ്രഗ് ലോയുടെ ആ ഒരു പശ്ചാത്തലത്തിൽ അത് സീസ് ചെയ്ത് കഴിഞ്ഞുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അവയർനെസ് പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. 2846 ഹോട്ട്സ്പോട്ടുകളിൽ 60 ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്ന പദയാത്രയാണ് അവിടെ ഈ അവയർനെസ്സിലൂടെ നടത്താൻ പോകുന്നത് എന്നുള്ളതാണ് രാജ്യത്തെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.